ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റും പഴംപൊരിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഇക്കയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ക്യാമറയൊക്കെ പിടിച്ചൊന്ന് സഹായിച്ച് കൂടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുൻപായിട്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇതുണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ്. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദ. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന്, നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പസോഡയാണ് കേട്ടോ. ഒന്ന് പൊങ്ങി വരാനായിട്ട് നമ്മൾ കുറച്ച് അപ്പസോഡ എടുത്തിട്ടുണ്ട്. അതുപോലെ കളറിന് വേണ്ടി ഞാനൊരു യെല്ലോ കളർ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ വെള്ളമല്ല കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്, പാലാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഒഴിച്ചിങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പാൽ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ വെള്ളത്തിന് പകരം ഒന്ന് പാൽ ചേർത്തുണ്ടാക്കി നോക്കണം. എന്നിട്ട് കൈകൊണ്ട് തന്നെ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. ആ കട്ടയൊക്കെ പോകാനായിട്ട് ഉടച്ചു കൊടുത്ത് കൈകൊണ്ട് നല്ലപോലെ. ഞാൻ ഇവിടെ അത് കാണിക്കാത്തത് ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ഇളക്കുന്നത് കാണാനായിട്ട്. അപ്പം ഇതുപോലെ ഇളക്കിയെടുക്കണം. ഈ തിക്നെസ്സിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം പിന്നെ ഇളക്കാനൊന്നും നിൽക്കണ്ട. 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് നമ്മൾ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കുക്കർ ഒന്ന് ചൂടായി വരുമ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വലിയ ജീരകം, ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതെല്ലാം വാടി വരുമ്പോൾ പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് സവാളയാണ്. 3 സവാള എടുത്തിട്ടുണ്ട്. 3 സവാള നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വാടി വരട്ടെ. വാടി വരാനായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് 2 പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയം നമുക്കതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും. ഇതിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല. അതിന് ശേഷം അതൊന്ന് വാടി വരുമ്പോൾ ആ പച്ചമണമൊക്കെ പോകുമ്പോൾ നമുക്ക് തക്കാളി, അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുത്ത് അതും നല്ല പോലെ ഒന്ന് വാടി വരണം. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചേക്കുന്ന ബീഫും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം പാകമായതിന് ശേഷം നമ്മളിതൊന്നൊരു 4-5 വിസിൽ, നമ്മൾ ബീഫ് വേവാനുള്ള അറിയാമല്ലോ, അത്രയും വിസിലായതിന് ശേഷം നമ്മൾ പിന്നെ തുറന്ന് നോക്കുക. ഇവിടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മളെ ബീഫിൽ വെള്ളമുണ്ട്. സവാളയുടെയും ബീഫിലുള്ള വെള്ളമാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മളതൊന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പം വറ്റി വരാനായിട്ട് നമ്മളൊരു ഫ്രൈ പാനിലേക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണ്ടേ, കുറച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളതൊരു പാനിലേക്ക് ആ ബീഫ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ല പോലെ വാട്ടിയെടുത്ത് ഫ്രൈ ആക്കുക. ആ സമയം നമ്മൾ കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ട്. പഴംപൊരിയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് എരിവ് വേണമല്ലോ. ഇപ്പോൾ നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മളത് മാറ്റി വെക്കുക. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കണം. അതിന് നമ്മളൊരു പാന് അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി വരട്ടെ. ഇതുപോലെ സ്ലൈസായിട്ട് പഴം കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. ഈ തിക്നെസ്സിൽ വേണം കേട്ടോ. കണ്ടോ, ഈ തിക്നെസ്സിൽ വേണം
ഇതൊന്ന് ആയി വരാനായിട്ട് ഇപ്പോൾ ദേ മാവ് പുളിച്ച് മേലെ വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ തിക്നെസ്സിൽ വേണം ഇത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ടോ നോക്കാം. അതെ, എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പഴങ്ങൾ ഇത് സ്ലൈസായി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഓരോന്ന് മാവിൽ മുക്കിയെടുത്ത് എണ്ണയിലിട്ടിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാലും ചില കുഞ്ഞുങ്ങൾക്ക് അറിയാത്തവരുണ്ടാവുമല്ലോ, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും, പിന്നെ പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പം നമ്മളെ രീതി ഒന്ന് പറഞ്ഞു തരാമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേ ഓരോന്ന് ഇങ്ങനെ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പതിയെ എല്ലായിടത്തും ഇതാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ഈ പഴമൊക്കെ മുറിഞ്ഞു പോകുമല്ലോ. അപ്പോൾ നമ്മൾ ഈ സമയം എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സിമ്മിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്, പഴംപൊരി പൊരിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പുറം ഭയങ്കര ഹാർഡായിട്ട് പോകും, അകം വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഒരുപാട് നേരം നമ്മൾ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് പോകില്ലേ. ഒരുപാട് നേരമൊന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. എന്നാലും വെന്ത് കിട്ടും. സിമ്മിലിട്ട് വേവിച്ചെടുക്കുക. അതാ ഈ വേവ് മതി. ഒരുപാട് കറുപ്പിച്ച് കളയരുത്. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതാണ്. അത്രയൊന്നും വേണ്ട, ഈ ഒരു കളർ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് ആ എണ്ണയ്ക്കൊന്ന് പോകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതും ഇതുപോലെ തന്നെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് വിക്കാക്കും മക്കൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. 4 മണി സമയമാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊതി തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ്. ദേ ഈ രീതിയിൽ വേണം നമ്മളത് വേവിച്ചെടുക്കാൻ. ദേ സോഫ്റ്റാണ്, ആവൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ മാവൊക്കെ വെന്ത് പഴമൊക്കെ ദേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ഉണ്ടാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇത് ഇപ്പം ഞാനൊരു ഇല വാട്ടിയിട്ടുണ്ട് കേട്ടോ, വാഴയുടെ ഇല. അത് വാട്ടിയതുകൊണ്ടാണ് ആ കളർ വന്നേക്കുന്നത്. അത് നമ്മൾ ഇപ്പം പഴംപൊരി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫും കൂടെ അതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കുടിക്കാനായിട്ട് കട്ടൻ ചായയും, ചൂട് കട്ടൻ ചായയും കൂടിയുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക പറഞ്ഞതിൽ.